ജീവന്റെ ലാസ്റ്റ് മണിക്കൂറുകളിൽ, അതായത് ഭൂമിയിലെ ലാസ്റ്റ് മണിക്കൂറുകളിൽ സംസാരിച്ച കാര്യങ്ങൾ ആണ് ഇപ്പോൾ ചില ആഴ്ചകളായി നമ്മുടെ ക്ലാസിന്റെ വിഷയം ആയി വന്നിരിക്കുന്നത്. ദൈവത്താൽ അങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ആരംഭം കുറിക്കുന്നത് 13-ാം അധ്യായം 1-ാം വാക്യം മുതലാണ്. പ്രാരംഭ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം. 12-ാം അധ്യായത്തോടുകൂടെ യേശുക്രിസ്തുവിന്റെ പൊതു പരിപാടികൾ അവസാനിച്ചു. ദൂതുവാഹികൾക്ക് ഒരു ദൂത്. പിന്നീട് 12 പേരോടാണ് സംസാരിക്കുന്നത്. യോഹന്നാൻ 12-ാം അധ്യായത്തോടെ ക്രിസ്തുവിന്റെ പൊതുപരിപാടികൾ അവസാനിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാകുന്നു. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടവരുമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മഹാപഞ്ചായത്ത് എന്നൊരു പ്രോഗ്രാം നടന്നു. ശ്രീമാൻ രാഹുൽ ഗാന്ധി ആണ് നയിച്ചത്. അത് കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളെ പ്രശംസനീയമാവണ്ണം വിജയത്തിലെത്തിച്ച സ്ഥാനാർത്ഥികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന മീറ്റിംഗ് ആയിരുന്നു. അതിനകത്ത് വേറെ ആർക്കും പ്രവേശനമില്ല. അതുപോലെ എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ലീഡേഴ്സ് കൂടുന്ന മീറ്റിങ്ങുകൾ ഉണ്ട്. പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ കർത്താവ് 12 പേരും പ്ലസ് 1 13 ലോകത്തിന്റെ മുഴുവനും കാവൽക്കാരായിട്ട്, സുവിശേഷത്തിന്റെ മുഴുവൻ കുത്തക അവകാശികളായിട്ട് പവർ ഓഫ് അറ്റോർണി ലഭിച്ചവർ, അവരാണ് അപ്പോസ്തലന്മാർ. എഫേസ്യർ 1-ന്റെ ലാസ്റ്റ് വായിക്കുന്നത് മുഴുവൻ അധികാരവും യേശുവിന് കൊടുത്തു, യേശു അത് സഭയ്ക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ യേശു അത് കൈമാറിയത് ഈ 12 പേർക്ക്. ആ 12 പേരുമായിട്ടുള്ള സംഭാഷണത്തിലെ ഓരോ വരികളും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളപ്പോൾ നമുക്ക് ധ്യാനിക്കാൻ നല്ലൊരു ഭാഗ്യം ദൈവം തന്നിരിക്കുന്നു. നമുക്കത് പ്രയോജനപ്പെടുത്താനായിട്ട് ദൈവം കൃപ ചെയ്യട്ടെ. തോന്നലും നടത്തിപ്പുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം
പലപ്പോഴും മനുഷ്യൻ തോന്നലുകളിൽ ആശ്രയിക്കുന്നവനാണ്. വേറെ വഴിയൊന്നുമില്ലല്ലോ. ഈ തോന്നൽ എവിടെയാ വരുന്നത്? മനസ്സില്. നടത്തിപ്പ് എവിടെയാ വരുന്നത്? അതും ആ പ്രദേശത്തെ കണ്ട അല്ലേ? ഇതൊന്നും സ്കാൻ ചെയ്യാനും നോക്കിയല്ല. സ്തോത്രം. ഈ ശമരിയുടെ പടിവാതിക്കൽ നാളെ ഭക്ഷണ സാധനങ്ങൾ ചീപ്പ് റേറ്റ് കിട്ടുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ അവിടെ ആ വാതിക്കൽ കിടന്ന 4 കുഷ്ഠരോഗികളുടെ മനസ്സിലൊരു തോന്നല്, നമ്മളിവിടെ കിടന്നാലും മരിക്കും, അവിടെ പോയാലും മരിക്കും, നമുക്കൊന്ന് പോയാലോ. പക്ഷെ ആ തോന്നല് ഒരു ലോട്ടറിയായിരുന്നു. ഇന്ന് അവരെക്കുറിച്ച് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ മിഷൻ ചലഞ്ചിൽ പലപ്പോഴും അവരെ എടുത്ത് മാതൃകയാക്കാറുണ്ട്. ജീവിതകാലം മുഴുവനും ഓരോരോ തോന്നലുകൾ ഇങ്ങനെ വരിക, അത് അനുസരിച്ച് പ്രവർത്തിക്കുക. വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പല പ്രാവശ്യം പറഞ്ഞു, എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ചെയ്യുകയുള്ളൂ. അപ്പൊ മനസ്സ് പറയുന്ന കാര്യമല്ലേ. ഇവിടെ അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാം? അത് അറിയേണ്ടതാണല്ലോ. ഇത്രേ ഉള്ളൂ. നമ്മുടെ മനസ്സിനെ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും നിയന്ത്രിക്കപ്പെടേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുക. 24 മണിക്കൂറും 365 ദിവസവും വചനത്താലും പരിശുദ്ധാത്മാവിനാലും നമ്മുടെ മനസ്സിനെ നാം നിറയ്ക്കുക. How much you addict for the word, by the word, to the word. ഈ അഡിക്ഷൻ ആയാൽ ഭ്രാന്തല്ലേ. മയക്കുമരുന്ന് കഴിക്കേണ്ട ആളുകൾക്ക് ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ അയാൾ വയലന്റ് ആവും. ചായ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, മൊബൈലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അഡിക്ഷന് ഇതുപോലെ ഒരു വേഡ് അഡിക്ഷൻ, പ്രൈസ് ലോർഡ്, ഉണ്ടായാൽ തോന്നലുകൾ പോലും സത്യമായി മാറും. പിശാചിന് നിന്റെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാത്തൊരു ലെവലിലോട്ട് നിനക്ക് കയറാൻ പറ്റും. നോക്കൂ, ലൂക്കോസ് 4:1 മത്തായി 4:1 പിശാച് യേശുവിന്റെ മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാമല്ലോ. അത് ഡയറക്റ്റ് സംഭാഷണം എന്ന് പറയുമ്പോൾ വേറെ ആരും കാണുന്നില്ലല്ലോ. അപ്പൊ യേശുവിന്റെ മനസ്സിനോടല്ലേ ആ സംവാദം നടക്കുന്നത്. അവിടെ കർത്താവിന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന വേർഡ് ഓഫ് ഗോഡ് അല്ലേ. നീ ദൈവത്തിനെങ്കിൽ പിന്നെ കല്ല്, അവിടുത്തെ കല്ലുകള് വെള്ള നിറത്തിലുള്ളതാണ്. ദൂരെ
ചെന്ന് കിടക്കുന്ന കണ്ട ബ്രെഡാന്ന് തോന്നുന്നു അത്രേ. അപ്പൊ ആ കല്ലെടുത്ത് കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ദൈവത്തിനെങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിച്ചുകൂടെ? കർത്താവ് ഉടനെ വേട് കയ്യിലെടുത്തു. അവൻ കല്ല് കയ്യിലെടുത്തു, യേശു വചനം കയ്യിലെടുത്തു. ഇതിനകത്തൊക്കെ ഭയങ്കര ദൂതുണ്ട്. നമുക്കെതിരെ മനുഷ്യർ കല്ലെടുക്കുമ്പോൾ നാം വചനം എടുക്കണം. അപ്പൊ നമുക്ക് ഗൈഡൻസ് കിട്ടും, നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്. നമുക്ക് മൂവ് ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ ദൈവം പറഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പൊ തോന്നലുകൾ വചനാധിഷ്ഠിതമല്ലെങ്കിൽ അതിനെ വെട്ടണം, വചനം കൊണ്ട് വെട്ടണം. ദൈവം ഒരിക്കലും താൻ അരുളി ചെയ്ത വചനത്തിന് വിരുദ്ധമായിട്ട് പറയുകയില്ല. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ദൈവവചനത്താൽ നിയന്ത്രിക്കപ്പെടുന്ന സ്തോത്രം, സ്തോത്രം, ഒരാത്മീയ നിലവാരം ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ആകാൻ പറ്റുമോ? യെസ്, പറ്റണം. 1-ാം സങ്കീർത്തനം 1, 2, 3 നമുക്കൊന്ന് വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. വനാറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റ്. മതി 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 മതി. നമുക്ക് ശ്രദ്ധിക്കാം. ചിലത് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തോട്ട് വചനത്തെ കയറ്റുക. ഇപ്പോൾ എനിക്ക് കൂട്ടുകാരുണ്ടെങ്കിലും എന്റെ ആലോചനക്കാരൻ ദൈവവചനമാണ്. ദുഷ്ടന്മാരെന്നുള്ള ആ വാക്ക് നമ്മുടെ ഇപ്പോഴത്തെ അർത്ഥത്തിൽ ശരിയല്ല. നമ്മളാ കേരളത്തില് 3 ദിവസമായിട്ട് ഒരു സ്ത്രീയെ പോലീസ് അന്വേഷിച്ച് നടക്കുകയാണല്ലോ. ഒരു യൂട്യൂബർ ആയിട്ടുള്ള സഹോദരിയെ. പുള്ളിക്കാരത്തി ബസ്സില്, തിരക്കുള്ള ബസ്സിൽ വെച്ച് ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ എടുക്കുകയും അതിനെ നിറം കൊടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് ഏക മകനായ ആ കുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അത് ഭയങ്കര ഒരു ചരിത്രപരമായ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ പറയുന്ന ഏതും കോടതി അങ്ങ് കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന സ്ഥിതി ഇതോടുകൂടെ മാറും. മാറിക്കഴിഞ്ഞു. ഇങ്ങനെ ഒരു മരണം അനേകരുടെ ആശ്വാസമായി മാറുക. അങ്ങനെയാണ്. അത് സാധാരണക്കാരുടെ മരണം ഇങ്ങനെ
അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ മരണം ലാർജ് സ്കെയിലിൽ അനേകർക്ക് പ്രയോജനപ്പെട്ടു. കോടതിയാണേലും സമൂഹമാണേലും ഇത്രയും അനങ്ങിയത് അങ്ങനെ മരിച്ചതുകൊണ്ടാണ്. മരിച്ചില്ലേ ആരും മിണ്ടത്തില്ല. ഇനിയിപ്പം വേണ്ടിയിട്ട് എന്നാ കാര്യം? നമ്മുടെ ഒരു സമൂഹത്തിന്റെ അവസ്ഥയാണ്. ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവനെതിരെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ശരി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ചെയ്യാം. നമ്മുടെ മനസ്സിനെയും നമ്മുടെ കണ്ണിനെയും നമ്മുടെ കയ്യെയും ഒക്കെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ഈ ഒരു സ്ത്രീയെ ഒരു യൂട്യൂബ് ചാനലുകാരൻ വിളിച്ചിരിക്കുന്നത് ഹെഡിങ് ഇങ്ങനെയാണ്, ദുഷ്ടേ എന്നാണ്. നമ്മൾ വേദോത്സവമാണല്ലോ നമുക്ക് ആകെയുള്ള ആധാരം. ദുഷ്ടൻ, ദുഷ്ട എന്ന് നമ്മൾ വിളിക്കുന്നെങ്കിൽ ഏറ്റവും വൃത്തികെട്ടവൻ എന്നാണ്. പക്ഷേ 1-ാം സങ്കീർത്തനത്തിലെ ദുഷ്ടൻ അത്ര ദുഷ്ടനൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യമാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് പഠിപ്പിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കൂട്ടുകാരാണ്, പിള്ളേരുടെ കൂട്ടുകാരില്ലേ, അവരുടെ കാര്യം പറയുന്നത്. അയ്യോ, അവരത്ര ദുഷ്ടന്മാരാണോ? അല്ല. ഇംഗ്ലീഷിൽ അൺഗോഡ്ലി മാൻ, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടാത്തവനെന്നേ അർത്ഥമുള്ളൂ. വചനത്താൽ നിയന്ത്രിക്കപ്പെടാത്തവൻ എന്നേ അതിനർത്ഥമുള്ളൂ. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടാത്തവൻ പോകുന്നത് നാശത്തിലേക്കാണ്. അവൻ എടുക്കുന്ന തീരുമാനങ്ങൾ പെർഫെക്റ്റ് ആകത്തില്ല. അപ്പൊ അവരാണ് നമ്മുടെ മക്കളെ നിയന്ത്രിക്കുന്നതെങ്കിൽ അത് ഒരു തലവേദനയാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അപ്പൊ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, ആലോചന ശ്രദ്ധയോടെ ധ്യാനിച്ചാട്ട് നമ്മുടെ ആലോചനകളെ സ്വാധീനിക്കുന്നത് നമ്മൾ ഇടപെടുന്ന മനുഷ്യരാണ്. ഞങ്ങളുടെ മൂത്ത മോളും കുടുംബവും ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഞങ്ങളുടെ കൊച്ചുമോന് ഒരു അസൈൻമെന്റ് 10 വയസ്സുള്ള ആൾക്കൊരു 9 വയസ്സുള്ള ആൾക്കൊരു അസൈൻമെന്റ് സ്കൂളിൽ നിന്ന് കൊടുത്തു. ഗ്രാൻഡ് പേരന്റിനെ ഇന്റർവ്യൂ ചെയ്യുക. കാലം പുരോഗമിക്കല്ലേ. അപ്പോ പുള്ളിക്ക് അത് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഇന്നലെ രാത്രി വിളിച്ചോണ്ടിരിക്കുക. ഞാൻ ചാലക്കുടിയിൽ ഒരു മീറ്റിങ്ങിലായിരുന്നു. ഞാനിങ്ങനെ അവൻ വിളിച്ചോണ്ടേയിരിക്കുന്നു. ഞാൻ വീട്ടിൽ വന്ന ശേഷം ഇനി ചോദ്യങ്ങൾ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പച്ചന്റെ ഫാമിലി ബിഗ് ഫാമിലി ആണോ സ്മോൾ ഫാമിലി ആണോ? ഞാൻ ചോദിച്ചു, നിന്റെ ആണോ എന്റെ ആണോ? അപ്പച്ചന്റെ ആണ്. അപ്പോ വീട്ടിൽ എത്ര അംഗങ്ങൾ? ഈ കാര്യങ്ങളിങ്ങനെ ഓരോന്ന് ചോദിച്ചു വന്നിട്ട്, നീയും അപ്പച്ചനുമായിട്ട് ചിലവഴിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ. ഞാൻ പറഞ്ഞാൽ നിനക്കറിയാമല്ലോ, നീ എഴുതിക്കോ. പ്രൈസ് ലോർഡ്. എന്തിനായിരിക്കും ഇതൊക്കെ അറിയുന്നേ? ഒരാളുടെ സ്വഭാവ രൂപീകരണത്തെ പറ്റി അവർക്ക് അറിയാൻ. എന്തിനാ? അവൻ എന്തോ ഒരു പുതിയ സെലക്ഷൻ ഇപ്പൊ കിട്ടാൻ പോവുക. അതിനാ. സ്കൂൾ ലീഡറായിട്ടോ അതാണ്ടൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ മുൻപന്തി നിൽക്കുന്ന രാജ്യമല്ലേ. അപ്പൊ അവര് പേരൻസുമായിട്ടല്ല ഇന്റർവ്യൂ, ഗ്രാൻഡ് പേരൻസുമായിട്ട്. അത്
ഭയങ്കര സൈക്കോളജി ഉണ്ട്. പേരൻസിനേക്കാൾ പിള്ളേരെ സ്വാധീനിക്കുന്നത് ഗ്രാൻഡ് പേരൻസ് ആണ്. ഡോക്ടർ അലക്സാണ്ടർ DGP ഇടയ്ക്കൊക്കെ മണ്ടത്തരം പറയാറുണ്ടെങ്കിലും ഒത്തിരി പഠിക്കാവുന്ന കാര്യം പറയാറുണ്ട്. പുള്ളി കഴിഞ്ഞിടയിൽ ഒരു കണക്ക് പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും ഷൈൻ ചെയ്ത, പ്രകാശിച്ച, പ്രയോജനപ്പെട്ട മനുഷ്യർ 80% ഗ്രാൻഡ് പേരൻസിന്റെ തണലിൽ വളർന്നവരാണ്. ഗ്രാൻഡ് പേരൻസിന്റെ ഇൻഫ്ലുവൻസ് കിട്ടിയവരാണ്. ഞാൻ എൻ്റെ 8ാമത്തെ വയസ്സ് വരെ വളർന്നത് എൻ്റെ അമ്മയുടെ അപ്പച്ചന്റെ കൂടെയാണ്. അപ്പോ അങ്ങനെ ഒരു ഇന്റർവ്യൂ അവർ വെച്ചിരിക്കുന്നത് നല്ലതാണല്ലോ എന്ന് എനിക്ക് തോന്നി. നീയും ഗ്രാൻഡ് ഫാദറുമായിട്ട് കളിച്ചിട്ടുണ്ടോ, പ്ലേ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഏതാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? നമ്മൾ കൂടുതൽ സഹവസിക്കുന്ന ആളുകളുടെ സ്വാധീനം നമ്മുടെ ബ്രെയിനിൽ, മൈൻഡിൽ കയറും. അപ്പൊ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുന്നത് നമ്മളോട് ഏറ്റവും അടുത്തിടപെടുന്ന മനുഷ്യരാണ്. അതുകൂടാതെ നമ്മുടെ ചുറ്റുപാടുകൾ. എല്ലാവർക്കും ഒന്നും യാത്ര ചെയ്യാനൊന്നും പറ്റുകയില്ലെങ്കിലും കർത്താവിന്റെ രീതി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഒരു ദിവസത്തെ ക്ലാസ് മലയുടെ മുകളിൽ, പിറ്റേ ദിവസത്തെ ക്ലാസ് മലയുടെ താഴെ അടിവാരത്തിൽ, പിറ്റേ ദിവസത്തെ ക്ലാസ് കായൽ തീരത്ത്, പിന്നെ ഒരെണ്ണം പടകിൽ ഇരുന്നോണ്ട്, പിന്നെ പാടത്തൂടെ പോകുമ്പോ കതിര് പറിച്ചു തിന്നൊക്കെ പറയുന്നില്ലേ. അപ്പോ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ഫ്രഷ് ആവാനാ ഇങ്ങനെ ഈ മാറ്റി മാറ്റി കൊണ്ടു നടക്കും. പിന്നെ ശിഷ്യന്മാര് വീടെല്ലാം വിട്ടേച്ച് കർത്താവിന്റെ കൂടെ പോകുന്നത് കൊണ്ട് പറ്റും. നമുക്ക് അങ്ങനെ പോകാൻ പറ്റും അല്ലേ? സ്തോത്രം. അപ്പൊ നമ്മുടെ മൈൻഡിനെ സ്വാധീനിക്കുവാൻ നാം വചനത്തെ അനുവദിക്കുക, പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. അപ്പൊ നമ്മുടെ തോന്നലുകളെ പോലും പരിശുദ്ധമാക്കും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരമുള്ള നടപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു തോട്ട് ഞാൻ സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്മിത്ത് വിഗിൾസ്വർത്തിനെ കുറിച്ച് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്ക്. വലിയ നമ്മളിപ്പോ ഈ നമ്മുടെ കാലഘട്ടത്തിൽ റെയ്നാഡ് ബോംഗെ, ബില്ലി ഗ്രഹാം എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ ഒത്തിരി ആളുകളെ സ്വാധീനിച്ച ഒരു ബൈബിൾ പേഴ്സണാണ്. ഇംഗ്ലീഷിൽ ഒത്തിരി പുസ്തകമുണ്ട്, മലയാളത്തിൽ ഒരു ചെറിയ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ മനുഷ്യൻ 5 മിനിറ്റ് കിട്ടിയ അപ്പൊ ബൈബിൾ വായിക്കും. ഞാനിത് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല, എനിക്ക് അതിനുള്ള ഒരു കൃപ കിട്ടിയിട്ടില്ല. ഞാൻ അതിനുവേണ്ടി കൊതിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാ, പക്ഷെ പിന്നെയും ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. ഒരു ലെൻസ് പോലത്തെ സാധനം വെച്ചിട്ടാ നോക്കുന്നത്. കണ്ണാടിയുടെ കാലമല്ലായിരുന്നു, ലെൻസ് പിടിച്ചോണ്ട് ഇങ്ങനെ റിസർച്ചാണ്. അപ്പൊ തൻ്റെ ശിഷ്യന്മാര് ചോദിച്ചു, സാറ് പത്രം വായിച്ചോ? പറഞ്ഞില്ല. പിന്നെ പത്രം കൊണ്ടു കൊടുത്തു. പുള്ളിയുടെ മറുപടി കേൾക്കണം. 90% നുണയും 10% യാഥാർത്ഥ്യവുമുള്ള പത്രം വായിക്കണോ,
100% സത്യമുള്ള ബൈബിള് വായിക്കണം. അത് സ്മിത്തിന്റെ കാലമാണെങ്കിൽ, ഇന്ന് നമ്മുടെ കാലത്ത് ഞാൻ പത്രമല്ല പറയുന്നത്, സോഷ്യൽ മീഡിയ പറയുന്നത്. സോഷ്യൽ മീഡിയ പറയുന്നത് 90 98% നുണയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഇതിനെ ജയിച്ച് പുറത്തു വന്നാലേ നമ്മുടെ മൈൻഡ് ഫ്രീ ആകത്തുള്ളൂ. ഞങ്ങളുടെ സഭയുടെ ലീഡർ പാസ്റ്റർ വത്സൻ എബ്രഹാം കഴിഞ്ഞ ദിവസം ലീഡേഴ്സിന് വേണ്ടി നടത്തിയൊരു മീറ്റിംഗിൽ ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ്: എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല, അതുകൊണ്ട് എൻ്റെ മൈൻഡ് ഫ്രീ ആണ്. അമേരിക്കയിൽ താമസിക്കുന്ന ഒരു വലിയ ബൈബിൾ സെമിനാരി നടത്തുന്ന ഒത്തിരി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു നേതാവ് പറയുകയാണ്, എനിക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ല, അതുകൊണ്ട് എൻ്റെ മൈൻഡ് ഫ്രീ ആണ്. ഞാൻ പലപ്പോഴും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നത് അൺലിമിറ്റഡ് ആണ്, അൺവാണ്ടഡ് ആണ്, അൺബിലീവബിൾ ആണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ ശ്രദ്ധ പതറാതെ ഇതിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള ആളുകളെ ഇതിന്റെ പുറകെ വെച്ചിട്ടുണ്ടെന്ന്. അൺവാണ്ടഡ്, അൺലിമിറ്റഡ്, അൺബിലീവബിൾ. വിശ്വസിക്കാൻ കൊള്ളാത്തത്, തുടർമാനമായി വരുന്നത്, ആവശ്യമില്ലാത്തത്. ഈ സൂപ്പർ മാർക്കറ്റിന്റെ തന്ത്രം എന്നാന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ? മറ്റേ ഒരു കുഞ്ഞു ഡോറ് മാത്രമുള്ള പലചരക്കടയിലോട്ട് നമ്മൾ വീട്ടിൽ നിന്ന് അമ്മ എഴുതി തന്ന കുറിപ്പുമായിട്ടാണ് പോണേ. അത് മാത്രമേ മേടിക്കത്തുള്ളൂ. സൂപ്പർ മാർക്കറ്റിനകത്തോട്ട് ഉന്തുവണ്ടിയായിട്ട് കയറി നടന്നാല് വല്ല കുറിപ്പടിയും നോക്കുന്നുണ്ടോ? ചുമ്മാ ഇടത്തെ കൈയും വലത്തെ കൈയും കൊണ്ട് എടുത്ത് ഇതിലോട്ട് ഇട്ടുകൊണ്ട് അങ്ങ് ഉന്തുവല്ലേ. പിള്ളേരോട് കണ്ടേ തീർന്നു. ക്രെഡിറ്റ് കാർഡ് മൊത്തം അവിടെ ഇട്ടു പോരേണ്ടി വരും. ഇതെന്താണ്? നമ്മളിലുള്ള ആ മോഹത്തെ, ആഗ്രഹത്തെ ചൂഷണം ചെയ്യുകയാണ്. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം 50% ഡിസ്കൗണ്ട് വെച്ചിരിക്കുക. ആവശ്യമില്ലേലും എടുത്തേക്കാതെ 50% ഡിസ്കൗണ്ട് അല്ലേ. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ. 50% അല്ല, മുഴുവൻ ഡിസ്കൗണ്ട്. പക്ഷെ നുണയാന്നേ ഉള്ളൂ. നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ നമ്മൾ സോഷ്യൽ മീഡിയയെ അനുവദിക്കുന്നുണ്ടോ? നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ നമ്മൾ ദൈവമില്ലാത്തവരെ അനുവദിക്കുന്നുണ്ടോ? നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ നമ്മളുടെ പ്രിയപ്പെട്ടവരെ നാം അനുവദിക്കുന്നുണ്ടോ? എത്ര സൂക്ഷിച്ചാലും മറ്റുള്ളവർ പറയുന്നതും നമ്മൾ വായിക്കുന്നതും നമ്മൾ കേൾക്കുന്നതെല്ലാം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ സമയത്ത് വീണ്ടും ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ മനസ്സ് ദൈവവചനത്തിന് അഡിക്റ്റ് ആക്കുകയും ചെയ്താൽ തോന്നലുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതിരിക്കുക, പാപികളുടെ വഴി നിൽക്കാതിരിക്കുക, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതിരിക്കുക. ഇവിടെ ഇവരുമായിട്ടൊന്നും മിണ്ടരുതെന്നല്ല, ടൈം സ്പെൻഡ് ചെയ്യുന്നത് സൂക്ഷിക്കുകയാണ്.
നമ്മൾ ഒരാളുടെ കൂടെ ഒരാളെ കണ്ടു, ഹലോ എന്നാ ഉണ്ട് വിശേഷം, കൈ കൊടുത്തു, സുഖാണല്ലോ അല്ലേ, കുഴപ്പമില്ല. പക്ഷെ നടന്നാലോ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നാലോ, ടൈം സ്പെൻഡ് ചെയ്താൽ, രണ്ട്, പാപികളുടെ വഴിയിൽ നിൽക്കുക, അവിടെയും കണ്ടു മിണ്ടി പുറപ്പെട്ടു അല്ല, നിൽക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. മൂന്ന്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക, അത് കൂടുതൽ സമയം ചെലവാക്കുക. കണ്ടോ? അപ്പം ഈ സമയത്തെല്ലാം നമ്മുടെ മനസ്സ് കൺട്രോള് മാറിപ്പോകും. നമ്മൾ അറിയത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആ ലെവലിലോട്ട് കയറും. സ്തോത്രം, 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 സ്തോത്രം. അതിന് പകരം അടുത്ത വാക്യം പറയുന്നു, അത് ഒഴിവാക്കിയ പാത്രം പോരാ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. സ്തോത്രം. അവന്റെ ന്യായപ്രമാണത്തെ പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ എന്ത് ചെയ്യും? അവന്റെ മനസ്സിനെ ദൈവവചനത്താൽ നിറയ്ക്കും. ദൈവവചനത്താൽ നിയന്ത്രിക്കപ്പെടുവാനായിട്ട് അവൻ ഏൽപ്പിച്ചു കൊടുക്കും. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങളൊക്കെ വായിക്കുന്നവരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തൊക്കെ വായിക്കുന്നവരായെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ ഒരാളുടെ പേര് വീണ്ടും പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സമൂഹത്തെ നയിക്കുന്ന നേതാക്കളെ, ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ ബുക്കുകൾ എനിക്കിഷ്ടമാണ്, നെഹ്റുവിന്റെ ബുക്കുകളും ചിന്തകളും എനിക്കിഷ്ടമാണ്, ഉമ്മൻചാണ്ടിയുടെ ബുക്കുകൾ, ചിന്തകൾ ഞാൻ ഉദ്ധരിക്കാറുണ്ട്, പലപ്പോഴും ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ക്ലാസ്സിൽ തന്നെ. വി.ഡി. സതീശൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, 2026 കയറുമ്പോൾ എനിക്കൊരു ദുഃഖമുണ്ട്. അപ്പൊ പത്രക്കാരെല്ലാം ആകാംക്ഷയോടെ മൈക്ക് നീട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുള്ളി പറഞ്ഞു, പാർട്ടി വലിയ വെല്ലുവിളിയെ നേരിട്ട വർഷമാണ്. അപ്പോൾ തന്നെ പാർട്ടി വലിയ വിജയം നേടിയ വർഷവുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ ആയിരിക്കുമേ. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സജീവമായി പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച് ഒരു ചെറുപ്പക്കാരൻ ജയിലിൽ പോവുക എന്ന് പറഞ്ഞാൽ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ചങ്ക് പൊട്ടുന്ന കാര്യമല്ലേ. അപ്പൊ പാർട്ടി വലിയ പ്രതിസന്ധിയിലായ വർഷമാണ്. അപ്പോൾ തന്നെ പാർട്ടി വിജയം കൈവരിച്ചു. ഇതിനിടയിൽ, നീ ദുഃഖം കേട്ടോണം, ഇതിനിടയിൽ എന്റെ വായന കുറഞ്ഞു പോയി എന്നൊരു ദുഃഖം എനിക്കുണ്ട്. അത്ഭുതപ്പെട്ടു പോയി അത് കേട്ടിട്ട്. നമുക്ക് അങ്ങനെയുള്ള ദുഃഖമൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മൾ വായിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാ. അതിൽ തന്നെ പുള്ളി ആദ്യം വായിക്കുന്നത് വിശുദ്ധ ബൈബിളാണ്. മർത്തോമാക്കാരുടെ ഒരു മീറ്റിംഗിൽ ചെന്നിട്ട് 121 സങ്കീർത്തനം അങ്ങ് കാണാതെ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇതിനേക്കാൾ ഒരു ധൈര്യം തരുന്ന പുസ്തകം ഏതാ ഉള്ളത്? യഹോവ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. ഇതാണ് എന്റെ ധൈര്യം എന്നാ പറഞ്ഞു നിർത്തിയത്. അപ്പോഴത്തേനും സോഷ്യൽ മീഡിയക്കാർ തുടങ്ങി. ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്നലെ ഒരാൾ ഇട്ടിരിക്കുന്നു, വി.ഡി. സതീശനെ പെന്തിക്കോസുകാർ സ്നാനപ്പെടുത്തിയെന്നാ തോന്നുന്നത്. ഇങ്ങനെ അങ്ങ് മുൻകൂട്ടി എറിയുക, വളരെ അടുത്ത ആളായിട്ട് ബാക്കി ഇട്ടോളുമല്ലോ. ചാനലിന് റേറ്റിംഗ് കൂടുകയും ചെയ്യും. ഹെഡിങ് വെറുതെ ഇടുന്നതാ. അപ്പൊ പോട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് പുസ്തകങ്ങളാണ്.
അത് വേണ്ടതുപോലെ വായിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു ദുഃഖമുണ്ട്. നിങ്ങൾക്ക് പൗലോസ് അപ്പോസ്തലനെ പറ്റി ഓർമ്മയുണ്ടോ? മരണത്തോടടുത്ത് കിടക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെറുക്കനുണ്ട്. ആ ചെറുക്കന്റെ പേര് തിമോത്തിയോസ്. അവന്റെ പേർക്ക് ഒരു കത്ത് കൊടുത്ത് വിടുക, ദയവ് ചെയ്ത് എന്റെ പുസ്തകങ്ങൾ ഇഞ്ഞു കൊണ്ടുവരണം. വിശേഷാൽ ചർമ്മലിഖിതം കൊണ്ടുവരണം. അപ്പൊ വിശേഷാൽ ചർമ്മലിഖിതം എന്ന് പറയുന്നത് ബൈബിളാണേ. പുസ്തകം എന്ന് പറയുന്നത് മറ്റു പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ പുസ്തകങ്ങളായി. നമ്മുടെ തോന്നലുകളെ വചനം സ്വാധീനിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ തോന്നലുകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. അത് അപ്പോസ്തല പ്രവൃത്തികൾ 16:6 മുതലുള്ള വാക്യങ്ങളായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ആസ്യയിൽ വചനം പ്രസംഗിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫുഗ്യയിലും ഗലാത്യ ദേശങ്ങളിലും കൂടി സഞ്ചരിച്ച് മൂസയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അവർ മൂസ കടന്ന് ത്രോവാസിലെത്തി അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യക്ക് കടന്നു പോകുക, ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവൻ സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ഇതൊരു തോന്നലായിരുന്നു, ഫീലിംഗ് ആണ്. അവിടെ ആരും പ്രവചനം പറഞ്ഞിട്ടില്ല, മനസ്സാ പറയുന്നത്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ സമ്മതിച്ചില്ല എന്ന് പറയുന്നു. അപ്പോ ആ അനുഭവത്തെ എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കും? സ്വാധീനം എന്ന വാക്കാണ് അവിടെ വരുന്നത്. സ്വാധീനം. സമ്മതിച്ചില്ല. എന്നെ ഒരു കാര്യം സമ്മതിക്കാതെ ഇരിക്കാൻ ആരാ ഇപ്പൊ ഭൂമിയിലുള്ളത്? ഞാൻ സമ്മതിക്കില്ല എന്ന് എന്നോട് അങ്ങനെ ആരെങ്കിലും പറയൂ? നിയമം, ഇന്ത്യയുടെ നിയമം ഒക്കെ അല്ലാതെ ആരെങ്കിലും പറയൂ? പറയുന്നെങ്കിൽ എന്നെ അത്ര സ്നേഹിക്കുന്നവരെ പറയുന്നു. എനിക്ക് അത്ര വിശ്വാസമുള്ളവരെ പറയുന്നു. അവർ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയും ചെയ്യും. അപ്പൊ പൗലോസിന് ഹോളി സ്പിരിറ്റുമായിട്ടുള്ള റിലേഷൻ പിടികിട്ടിയോ? റിലേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്തൊരു ഡീപ്പായില്ലേ? സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് സമ്മതിച്ചില്ല. അപ്പൊ പൗലോസിന്റെ മനസ്സിനെ പരിശുദ്ധാത്മാവ് സ്വാധീനിച്ചിരുന്നു. ഫുള്ളി കൺട്രോൾഡ്. ഞാൻ ഉദാഹരണം പറയുമ്പോൾ അതിന്റെ നല്ല അർത്ഥമേ എടുക്കാവുള്ളൂ. ഈ പ്രേമം എന്ന് പറയുന്ന സാധനം തലയ്ക്ക് പിടിച്ചാൽ, ആണാണേലും പെണ്ണാണേലും, പിന്നെ അവരെ നിയന്ത്രിക്കുന്ന ആരാ? ആ സംഭവം തന്നെയാണ്. അവരെപ്പോ കിടക്കണം, എപ്പോ കിടക്കരുത്, എപ്പോ എഴുന്നേക്കണം, ഏത് ഉടുപ്പിടണം, തലമുടി എങ്ങനെ ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് താ പറഞ്ഞ കക്ഷിയാ. ചില പിള്ളേരെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവർ ഓവറായിട്ടങ്ങ് അട്രാക്റ്റീവ് ആകാൻ ശ്രമിക്കുന്ന കാണുമ്പോൾ അറിയാം ആരും അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ നോർമലായിട്ട് പോകുന്നത് കാണുമ്പോഴും നമുക്കറിയാം. അപ്പോ ശരിയായ പ്രേമത്തിൽ ബന്ധിക്കപ്പെട്ട രണ്ട് വ്യക്തികൾ അന്യോന്യം നിയന്ത്രിക്കപ്പെടുക. നീ എന്തിനാ ഈ ഉടുപ്പിട്ട് എന്നൊരു പെങ്കൊച്ച് ചോദിക്കുക.
അപ്പോഴേ അവൻ വിറയ്ക്കുക, അയ്യോ അവക്ക് ഇഷ്ടപ്പെട്ടില്ലേ, പിന്നെ ഇന്ന് തന്നെ മാറിയേക്കാം, നീ എന്തിനാ ഈ വാച്ച് കെട്ടിയ എന്ന് ഇവൻ അങ്ങോട്ടും. അപ്പം ഭർത്താവിന്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കല്ല അധികാരം, ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിന് അത്രയും അധികാരം. കണ്ടോ, ഈ സാധനമാ വർക്ക് ചെയ്യുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ ഇതൊന്നുമില്ല, നീ പോയി ഇതിന്റെ പണി നോക്കുന്നു. മിക്കവാറും പേരുടെ കാര്യം കേട്ടോ, നമ്മുടെ കാര്യമല്ല. പരിശുദ്ധാത്മാവ് ഇതുപോലെ നമ്മെ നിയന്ത്രിക്കുന്ന ലെവല്. കർത്താവേ സ്തോത്രം. അപ്പൊ വചനത്താൽ നിയന്ത്രിക്കപ്പെടുന്നവർ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ നിർത്തി സാവധാനത്തിൽ വായിക്കാം. ആവർത്തനം 6:4 മുതൽ. നിങ്ങൾ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ കർത്താവിനെ സ്നേഹിക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് വേണം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നീ വചനത്തിലോട്ട് തിരിയും. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നിന്റെ മൈൻഡിലിരിക്കണം. സ്തോത്രം. അടുത്തത് ഞാൻ പറഞ്ഞിരിക്കുന്നേ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും. മതി, നിർത്തി പോവാം. ഹൃദയത്തിലിരിക്കുന്നത് മക്കൾക്ക് കൊടുക്കണം. മക്കൾക്ക് ബൈബിളിൽ നിന്നല്ല കൊടുക്കേണ്ടത്, ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം. മനസ്സിലായോ? മക്കൾക്ക് വചനം കൊടുക്കേണ്ടത് പുസ്തകത്തിൽ നിന്നല്ല, മനസ്സിൽ നിന്ന് കൊടുക്കണം, ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം. ഹൃദയത്തിൽ ഇത് കേറിയാലല്ലേ പറ്റുള്ളൂ. ഹൃദയത്തിൽ കേറിയവര് അത് മക്കൾക്ക് കൊടുത്താൽ, ഈ പിള്ളേരുടെ ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ എന്റെ ചങ്കാണെന്ന്, സത്യം അത്. ചങ്കീന്ന് കൊടുത്താൽ ചങ്ക് പോലെ സ്വീകരിക്കും. അങ്ങനെ ആ ഭാഷ വന്നപ്പോ അങ്ങനെ പാട്ട് ഇറങ്ങി, എന്റെ ചങ്കാണ് എന്നെ യേശു. ആദ്യം കുറച്ച് കന്യാസ്ത്രീമാരെ പാട്ട് പറഞ്ഞ ഇറക്കി, ഇപ്പൊ രാജേഷ് ഏലപ്പാറ ഇറക്കി. രാജേഷിന്റെ പാട്ട് അതിമനോഹരമാണ്. നിന്റെ ചങ്കായിരിക്കണം വചനം. അത് നിന്റെ ചങ്കായവർക്ക് കൊടുക്കണം. ഓക്കേ അല്ലേ? നമ്മുടെ മക്കളല്ലേ നമ്മുടെ ചങ്കെന്ന് പറയും. ഓ ഹല്ലേലൂയ. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കും. പിന്നെ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും വഴി നടക്കും. അപ്പൊ ഒന്ന് നോക്കിയേ,
രാവിലെ ഇച്ചിരി നേരം പുസ്തകം വായിച്ചേച്ച് പോവല്ല, പോകുന്ന വഴിയിൽ ഈ സാധനം മനസ്സിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. വചനത്താൽ നിയന്ത്രിക്കപ്പെടുക. അയ്യോ, അങ്ങനെയല്ല പലരും എന്ന് എനിക്കറിയാം. ഞാനും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ല മിക്കവാറും പേര്. വചനം അത് പള്ളി വെച്ചാ പറയുന്നത്, വീട്ടിൽ വെച്ചല്ല. അത് കാരണം പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ പിള്ളേര് തമ്മിൽ വർത്താനം പറയുമ്പോൾ വലിയ വീരവാദം അടിക്കുന്നവരോട് പറയും അത് പള്ളി പറഞ്ഞാൽ മതി. ആനപ്പുറത്ത് കയറിയിട്ടുണ്ട്, അതാ ഇതാന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ അടിച്ചു വിടുന്നതാണ്. അപ്പൊ നമ്മൾ പറയാം അത് പള്ളി പറഞ്ഞാൽ മതി. ഞാൻ ഏറ്റവും വലിയ നോണം പറയുന്ന സ്ഥലമാണ് പള്ളി, ഇല്ലേ? അല്ല, എനിക്കറിയാം ഇതൊക്കെ എങ്ങനെ വന്നു, ഇല്ലേ? അത് പള്ളി പറഞ്ഞാൽ മതി. ഇപ്പൊ നടക്കാത്ത കാര്യം പ്രസ്താവിക്കുന്ന സ്ഥലത്തിന്റെ പേര് പള്ളി, അല്ലേ? ശരിയല്ലേ? എല്ലാ നാട്ടിലും ആ ഭാഷ ഉണ്ടോന്ന് അറിയില്ല. ഞങ്ങളുടെയൊക്കെ സ്കൂളിലത്തെ സ്ഥിരം ഡയലോഗാ അത് പള്ളി പറഞ്ഞാൽ മതി. ബുദ്ധിമാന്മാര് കണ്ടുപിടിച്ചതാ. കാരണം ഈ പള്ളിയിൽ ഇങ്ങനെ അച്ഛൻ രാവിലെ തൊട്ട് അത് പറയുന്ന വലിയൊരു കേൾക്കുന്നുണ്ടോ? ഇവിടെ ഇപ്പൊ ഈ പെരുന്നാൾ സമയം രാവിലെ തുടങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിട്ട് ആരും കേൾക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഈ പ്ലെയിനിലെ അനൗൺസ്മെന്റ്, ആരും കേൾക്കുന്നില്ല. എന്നാ ഈ നിങ്ങൾ പറയാതിരിക്കട്ടെ, അത് നിങ്ങൾ പറയും, അത് അവരുടെ ജോലിയുടെ വിഷയ. ഓക്സിജൻ എങ്ങനെയാണ് എടുക്കേണ്ടത്, ബെൽറ്റ് എങ്ങനെയാണ് ഇടേണ്ടത്, ഡോറുകൾ എത്ര എണ്ണം ഉണ്ട്, ഒരാവശ്യം വന്നാൽ എടുത്ത് ചാടേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം പറഞ്ഞ് പേടിപ്പിക്കുക. ആദ്യമായിട്ട് പ്ലെയിനിലേക്ക് കയറുന്നവര് അതോടുകൂടെ ജീവൻ പോകും. എല്ലാ പ്ലെയിനും പുറപ്പെടാൻ നേരത്ത് ഇങ്ങനെ നിന്ന് ഈ പാവം ആ പെൺകൊച്ചുങ്ങളെ സമ്മതിക്കണം. ഒരു മനുഷ്യരെ നോക്കുന്നില്ല, അവര് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഈ യൂട്യൂബിലുള്ള ഒരു കാപ്പിപ്പൊടി അച്ഛനുണ്ടല്ലോ, ജോസഫ് പുത്തമ്പരിക്കൽ, പുള്ളി തമാശന്റെ ആളാ. അപ്പൊ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഈ അച്ഛൻ കണ്ണടച്ച് കൊന്ത ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. പാടുത്തിരിക്കുന്ന ഒരു പെങ്കൊച്ച. ഇത് പറഞ്ഞു കഴിഞ്ഞു, അച്ഛൻ കൊന്ത നിർത്തി. പെങ്കൊച്ചു ചോദിച്ചു, ഇത്രയും വലിയ കാര്യം പറയുമ്പോ അച്ഛൻ എന്നെ ശ്രദ്ധിക്കാതെ കണ്ണടച്ചിരുന്നു. എന്റെ പൊന്നോ അച്ഛ, ഇതെ കയറിയപ്പോഴേ പേടിയായി. ഇനിയിപ്പോ ഓക്സിജന്റെ കാര്യം കൂടെ കേട്ടാ എന്റെ ജീവൻ പോകും, അതുകൊണ്ടാണ്. അങ്ങനെയാണോ വചനം പള്ളി പറയാനുള്ളതാണോ? നമ്മുടെ സമൂഹം എങ്ങനെയോ പറഞ്ഞു പരത്തിയിരിക്കുകയാണ്. പള്ളി പറയുന്നത് ഒന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ വചനം അങ്ങനെയല്ല, വീട്ടിൽ പറയണം. അപ്പൊ പള്ളി പറയാന്നുള്ളൊരു ഓപ്പോസിറ്റാ വീട്ടിൽ പറയാന്നുള്ളത്. വീട്ടിൽ നടക്കുന്നതേ പറയൂ. നീ വീട്ടിലിരിക്കുമ്പോഴും വചനം പറയണം, വഴി നടക്കുമ്പോഴും വചനം പറയണം, ഉറങ്ങാൻ പോകുമ്പോഴും വചനം മനസ്സിൽ വേണം. അടുത്തത് അപ്പൊ ഡേ ആൻഡ് നൈറ്റ് അവയെ കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ കുറിച്ച് സംസാരിക്കണം. ഹൗ മച്ച് യു അഡിക്റ്റ്. മദ്യപിക്കുന്നവർ രാത്രി മദ്യപിച്ചിട്ട് കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതിന്റെ കിക്ക് ഉണ്ടായിരിക്കും. ഞാൻ കുടിച്ചിട്ടില്ല, കുടിച്ചിട്ടുള്ളവർ പറയുന്നതാണ്. ഇതുപോലെ വചനം വൈകിട്ട് ധ്യാനിച്ചിട്ട് കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് പൊങ്ങി വരും. ചില ദിവസം മൂഡ് വ്യത്യാസം വരും, വിഷമിക്കണ്ട. എന്നാലും അങ്ങനെ ഒരു തല ഉണ്ട്.
അടുത്ത അവയെ വാചകം നോക്കിയേ. അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം. ആ അവ നിന്റെ എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ സ്വാധീനം കുറച്ചുകൂടെ വ്യക്തമാക്കുക. കൈകൊണ്ടാണല്ലോ ജോലി ചെയ്യുന്നത്, കൈകൊണ്ടാണല്ലോ കൈ കൊടുക്കുന്നത്, കൈകൊണ്ടാണല്ലോ ദേഷ്യം വരുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഈ വചനം നിന്റെ കയ്യെ ലോക്ക് ചെയ്യണമെന്നാണ്. ലോക്ക് ചെയ്യണം. അടുത്തത്, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. കണ്ണുകൾക്ക് മധ്യ എന്ന് പറയുമ്പോൾ ഈ നെറ്റിയുടെ ഈ ഭാഗമായിരിക്കും. അത് സൂചിപ്പിക്കുന്നത് നിന്റെ ഫോക്കസ് വേർഡിലായിരിക്കണം. നീ കാണുന്ന ഏത് കാര്യവും വേർഡ് എന്ന കണ്ണാടിയിലൂടെ കാണണം. കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കും. അടുത്ത അവയെ നിന്റെ വീട്ടിന്റെ കട്ടിളകളിൽ മേലും പടിവാതിലുകളിൽ മേലും എഴുതണം. വീടിന്റെ കട്ടള, ഗേറ്റിന്റെ ആ മെയിൻ ഭാഗം, അതെന്തിനാ? വീട്ടിലോട്ട് വരുന്നവരിത് കാണാതെ പോകരുത്. നീ ഒരു മാൻ ഓഫ് വേർഡ് ആണെങ്കിൽ എൻ്റെ വീട്ടിൽ വരുന്നവര് ഒരു മയത്തിലൊക്കെ ഇടപെടത്തുള്ളൂ. അവരുടെ ഉള്ളിൽ ഭയം തട്ടും. ദൈവവചനത്തെ ഭയമില്ലാത്ത ആരുമില്ല. ഇങ്ങനെ വചനത്താൽ സ്വാധീനിക്കപ്പെട്ടവർക്ക് തോന്നലുകളാൽ വഞ്ചിക്കപ്പെടാനിട വരികയില്ല. കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂവേഷനായിട്ട് അങ്ങ് പോവുമായിരുന്നു നമ്മള്. ഇതൊരു തുടർമാനം പോകുന്നത് കൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഇന്ന് മുമ്പോട്ട് പോയത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു സമർപ്പണത്തിനായിട്ട് വീണ്ടും ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവിനെ നല്ല കീബോർഡിന്റെയും ഡ്രമ്മിന്റെയും അകമ്പടിയോടുകൂടെയുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കൈ വേഗത്തിൽ അടിക്കുന്ന ആ ഒരു സമയത്ത് ഉള്ള ഒരു വികാരം അല്ല പരിശുദ്ധാത്മാവ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മെ മനസ്സിലെ ഇടപെടലിലൂടെ നീ ഇപ്പോൾ അത് ചെയ്യണ്ട എന്ന് പറയുകയും ചില സമയത്ത് കൈക്ക് കയറി പിടിക്കുകയും ചില സമയത്ത് വാ പൊത്തിപ്പിടിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവ്. ഈ ആഴ്ചയിൽ എൻ്റെ വായെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പ്രതികരിക്കരുത് എന്ന്. സ്തോത്രം. ഞാന് കുമ്പനാട്ടൊരു പ്രസംഗം ചെയ്തു. തിരിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പ്രോഫറ്റിക്കൽ മിനിസ്ട്രി ചെയ്യുന്ന ഒരു മനുഷ്യൻ കാനഡയിലുണ്ട്. അദ്ദേഹം ലൈവിൽ പ്രസംഗം കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ബാബു ചെറിയാൻ, നിങ്ങൾ സംസാരിച്ചതൊരു പ്രവചനമാണ്. മലയാളിക്ക് അത് മനസ്സിലാകണമെങ്കിൽ 10 കൊല്ലമെടുക്കും. ഇതിന് നിങ്ങൾക്ക് കല്ലേറ് കിട്ടും. നിങ്ങൾ പ്രതികരിക്കരുത്. നോക്കൂ എത്ര കൃത്യമായിട്ട് ദൈവാത്മാവ് അത് ഓർപ്പിക്കുന്നു. അതൊരു വോയിസ് ക്ലിപ്പായിട്ടാണ് എനിക്ക് ഇട്ടത്, എൻ്റെ കയ്യിലുണ്ടത്. അതെനിക്ക് വലിയൊരു ബലമാണ്. നിങ്ങൾ പറഞ്ഞത് ഇവർക്ക് മനസ്സിലാകണമെങ്കിൽ 10 കൊല്ലം എടുക്കും.
അതുകൊണ്ട് ഒരു 3 ആഴ്ച ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ വേറെ സബ്ജക്റ്റ് വരും, എന്നാലും അവരങ്ങ് പൊക്കോളും. യേശുവിന്റെ ആത്മാവ് സമ്മതിച്ചില്ല. നമ്മെ നിയന്ത്രിക്കുന്ന